ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലെറ്റർ ആണ്. ക്ലാസ് മീൻസ് എന്താണ്? പരീക്ഷയ്ക്കായിട്ടുള്ള കുട്ടികൾക്കുള്ള കുറച്ച് ടിപ്സ് ആയിട്ടും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. എല്ലാവരും പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഇത് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ ആക്യുറസി ഒക്കെ നേടാനും തെറ്റുകൾ വരുന്ന എന്താണ് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലെറ്ററിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലെ. ബിസിനസ് ലെറ്റർ ഉണ്ട്, ഒഫീഷ്യൽ ലെറ്റർ ഉണ്ട്, ഫ്രണ്ട്ലി ലെറ്റർ ഉണ്ട്, ഡെമി ഒഫീഷ്യൽ ലെറ്റർ ഉണ്ട്. ഇതൊക്കെ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും സെയിം തന്നെയാണ്. ക്ലിയർ? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ്. ഇപ്പൊ ഞാനിപ്പോ രണ്ടാമത്തെ എടുക്കുന്നത് ഏതാണ്? ലെറ്ററിൽ രണ്ടാമത്തെ ചോദ്യം 2 എന്ന് കാണും. ആ ചോദ്യം 2 എന്നുള്ളത് നിങ്ങൾ പേപ്പറിൽ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചോദ്യം 2 എന്ന് തന്നെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അത് മാറിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ. 25 മാർക്ക് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റിനും 25ആണ്. അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു ലെറ്ററിനും 25 തന്നെയാണ്. അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 2 എണ്ണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്സാവാൻ മാർക്ക് ആയിട്ടുണ്ട്. എന്നാലും പറയാണ് 4 പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പേപ്പേഴ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്, തൃശ്ശൂർ ജില്ലയിലെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇത് റെഫർ ചെയ്യണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത് കമ്പ്യൂട്ടറിൽ ഞാൻ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എങ്ങനെയൊക്കെയാണ് ആക്യുറസി പറ്റുക, ആക്യുറസി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആക്യുറസി കൂടുതലായിട്ട് എങ്ങനെയൊക്കെ ചെയ്താലാണ് കിട്ടുക, അതുപോലെ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ലെറ്ററിന്റെ മോഡൽ ഉണ്ടാവും. ആ മോഡൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 4 ലെറ്റേഴ്സ് ഉണ്ടാവും, 4 പേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ. 4 പേപ്പേഴ്സ് എത്രയും 1.5 മണിക്കൂറാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് മാറ്റി വെക്കുക. നെക്സ്റ്റ് ഈ പേപ്പർ എടുക്കുക. ഏത് പേപ്പർ? ലെറ്റർ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് എവിടെയാണ്, ഏത് സ്ഥലത്താണ് അടിക്കേണ്ടത്, അതൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചതിന് ശേഷം അടിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്യുറസിയോട് കൂടി തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ല എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു വേർഡ് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. അതിപ്പോ ജസ്റ്റ് ഒന്ന് അത് നിങ്ങളുടെ രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ടൈപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ മനസ്സിലായ സംഭവങ്ങൾ നല്ല വൃത്തിയായിട്ട് എന്താ പറയാ, അക്ഷരത്തെറ്റി ഇല്ലാതെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്യുറസി കൂടാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പ്രാക്ടിക്കൽ ക്ലാസ് ആയിട്ട് ഞാനിപ്പോൾ ഇടുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സെക്കൻഡ് പേപ്പറാണ്. സെക്കൻഡ് പേപ്പർ മീൻസ് എന്താണ് എടുക്കുന്നത്? ലെറ്റർ ആണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അത്രയും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. മാർക്ക് വരുന്ന 25 ആണ്. സ്റ്റേറ്റ്മെന്റിന്റെ മാർക്ക് വരുന്ന എത്രയാ? 25 കേട്ടോ. കുറച്ച് ടിപ്സ് ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്യുറസി വരാനായിട്ട് കേട്ടോ. തെറ്റുകളുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ളതും നമുക്ക് പെട്ടെന്നൊക്കെ ഇത് കറക്റ്റ് ചെയ്തിട്ട് ഫൈനലാക്കാനുമുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിന്റെ മെഷീനിൽ ചെയ്യുന്ന ക്ലാസ് തന്നെയാണ് കേട്ടോ അത്. പക്ഷെ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് മുൻപ് പോകുന്നവർക്കായിട്ട് ഇത് നോക്കിയിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് അക്ഷരങ്ങൾ തെറ്റുകൾ തിരുത്തി ശരിയായ മാത്രയിൽ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ കൊടുത്തിരിക്കും നല്ല വാക്കുകളൊക്കെ കൊടുക്കുമ്പോൾ ചില വാക്കുകൾ മലയാളത്തിലാണ് മലയാളമാണല്ലോ പരീക്ഷ. അപ്പോൾ മലയാളത്തിലുള്ളത് ചിലപ്പോൾ എന്താ പറയാ, കാസർഗോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ, കാസർഗോഡ് എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഇതിൽ കാസർഗോഡ് അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇതിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. നമ്മളെ തെറ്റിക്കാനായിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇടുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ആക്യുറസിയോട് കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്യുറസി മീൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്യുറസി കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ ലെറ്റർ എന്ന് പറയുന്നത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരു ലെറ്റർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് ലെറ്റർ ആണോ ഒഫീഷ്യൽ ലെറ്റർ ആണോ എന്ന് തിരിച്ചറിയണം. ഇത് ഓഫീസ് ഓഫ് ദി, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓഫീസ് ഓഫ് ദി, മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ അറിയാലോ ഓഫീസിൻ്റെതായ ലെറ്റർ ആണ് അല്ലെ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്കൊക്കെ അയക്കുമ്പോൾ ഒഫീഷ്യൽ ലെറ്റർ ആയി അല്ലേ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് എളുപ്പമാണ് കേട്ടോ. ഓഫീസ് ഓഫ് ദി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ് ലെറ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇതിന്റെ തൊട്ടടിയിൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വായിക്കണം കേട്ടോ. ഇതിന്റെ തൊട്ടടിയിൽ നോക്കിയേ സ്റ്റാർ ഇട്ടുണ്ട് അല്ലേ. സ്റ്റാർ ഇട്ടിട്ട് നമ്പർ D.D.D 718/K/23 അല്ലെ. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാർ ഇവിടെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്ന് നോക്കാം.
ഇവിടെ നോക്കിയേ, ഈ ഒരു സ്റ്റാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്പർ ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാലോ. ഇനി അടുത്തതായിട്ട് നോക്കിയേ, ജില്ലാ കളക്ടറുടെ കാര്യാലയം കാസർഗോഡ് എന്ന് എഴുതിക്കണം. കാസർഗോഡ് എന്ന് അടിക്കണം. അപ്പൊ ജില്ലാ കളക്ടറുടെ കാര്യാലയം, അപ്പൊ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്മുടെ ഓഫീസ് അല്ലെ. ഈ ഓഫീസാണ് ഫ്രം അല്ലെ. നമ്മുടെ ഓഫീസ് ഏതാണ്? ഫ്രം ആണ് അല്ലെ. നമ്മൾ മറ്റൊരാൾക്ക് അയക്കുമ്പോൾ ടു അഡ്രസ് അല്ലെ, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതില് പ്രേഷിതൻ പ്രേഷിത അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്നും ടൈപ്പ് ചെയ്യണ്ട, ഫ്രം ടു ഇങ്ങനെയൊന്നും ടൈപ്പ് ചെയ്യണ്ട. ഇതിലുള്ളത് മാത്രം കറക്റ്റ് ആയിട്ട് ചെയ്തു വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒഫീഷ്യൽ ലെറ്റർ കിട്ടുമ്പോൾ നമ്മുടെ ഫ്രം അഡ്രസ് ആണ് ഈ ഭാഗത്ത് വരുന്നത്, റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടത്തെ അഡ്രസ്സ് അല്ലെ, തിരുവനന്തപുരം അല്ലെങ്കിൽ ഈ ഓഫീസിന്റെ പേര് അങ്ങനെ അടിക്കാം. അപ്പൊ ഇവിടെ ഉള്ളത് എന്താണ്? ജില്ലാ കളക്ടറുടെ കാര്യാലയം കാസർഗോഡ് ഈ ഭാഗത്തായിട്ട് കൊടുക്കണം. ഇത് വളരെ ഈസിയുള്ള ഒരു പേപ്പറാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഏരോ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ, ഞാനൊക്കെ ആദ്യം ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ഒന്നും കൊടുക്കില്ല, തിരിച്ചറിയ പോലില്ല. ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഒരുമാതിരി വേറെ മനസ്സിലാവാത്ത രീതിയിലുള്ള അക്ഷരങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കത് ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ജില്ലാ കളക്ടറുടെ കാര്യാലയം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് വേറെ എന്തൊക്കെയോ അടിച്ചിരിക്കുന്ന പോലെയൊക്കെയാണ് എഴുതിയിരിക്കുക, നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജില്ലാ കളക്ടർ കാര്യാലയം കാസർഗോഡ് എന്ന് പറയുന്നത് ഈ വശത്തായിട്ടാണ് അടിക്കേണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ഏരോ ഇട്ടപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ റൈറ്റ് സൈഡിലായിട്ട് ഇത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ സ്റ്റാർ ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. ഈ ഭാഗത്ത് സ്റ്റാർ ഉണ്ട്. ഇവിടെയാണ് നമ്പർ ഡി ഡോട്ട് എന്ന് അടിക്കേണ്ടത്. ക്ലിയർ? ഈ നമ്പറിന് നേരെ തന്നെ ഡേറ്റ് വരും. അപ്പൊ തീയതി 15/8/2023. ഓക്കെ, അപ്പൊ 23 ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ ഉള്ളതുപോലെ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ അഡ്രസ്സ് ഈ റൈറ്റ് സൈഡിൽ എഴുതണം. നമ്പർ എന്നുള്ളത് ഇവിടെ അടിക്കണം. അതിന് നേരെ തന്നെ തീയതി അടിക്കണം. ക്ലിയർ? നെക്സ്റ്റ് വരുന്നതാണ് കാസർഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാസർഗോഡ് തന്നെ ടൈപ്പ് ചെയ്യണം. ജില്ലാ കളക്ടർ /ഹോസ്ദുർഗ് തഹസിൽ അല്ലെ, തഹസിൽദാർക്ക് അയച്ച കത്ത് അല്ലെ. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഈ ഭാഗത്ത് തന്നെ അടിക്കുക. ഓക്കെ, ഇതിന്റെ കുറച്ചുകൂടെ നീട്ട് ഇവിടെ അടിയിലായിട്ട് കാസർഗോഡ് ജില്ലാ കളക്ടർ അങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് സർ അല്ലെ, കോമ, അത് കഴിഞ്ഞിട്ട് ഒരു എൻട്രി കൊടുക്കുക. നെക്സ്റ്റ് സൂചന വിഷയം. ഫസ്റ്റ് ഏതാ വരേണ്ടത്? ഈ വിഷയം ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടെ എഴുതാം. വിഷയം ഫസ്റ്റ് വരും, സൂചന അടിയിലേക്ക് വരും. അതാണ് ഇങ്ങനെ ഏരോ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതുപോലെ വായിച്ച് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മേൽ സൂചനയിലേക്ക് നോക്കി, ഇവിടെ കണ്ടോ, ശ്രദ്ധ എല്ലാം ഇവിടെ വരണം. താങ്കളുടെ ഇവിടേക്ക് വരണം, ശ്രദ്ധ ഇവിടെ വരണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല മാർക്ക് കിട്ടും കേട്ടോ, തെറ്റിക്കണ്ട. അപ്പൊ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു, ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് വരുന്നത് സർക്കാർ. അതുപോലെ ഇങ്ങനെ ഒരു ചിഹ്നം കണ്ടല്ലേ, ഈ ചിഹ്നം എവിടെയെങ്കിലും ഉണ്ടോ നോക്കി, ഈ ഭാഗത്തുണ്ട് അല്ലേ, ഉത്തരവ് കണ്ടോ. അപ്പൊ സർക്കാർ ഉത്തരവ് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. പിന്നെ നമ്പർ K2/312/PO.BA/2015 അല്ലെ. പൊതുസഭ എന്നാണ് ശരിക്കും അല്ലെ. ഇതുപോലെ അടിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ മാർക്കൊന്നും പോവില്ല. പിന്നെ തീയതി 25/5/15. നെക്സ്റ്റ് 5 വർഷമായി നിജപ്പെടുത്തിയിരിക്കുന്നു, ഫുൾ സ്റ്റോപ്പ്. ഇനി ഈ ഒരു ചിഹ്നം കണ്ട് ഒരു വട്ടത്തിനുള്ളിൽ ഒരു ഡോട്ട് ഉണ്ട്, അതിന്റെ വട്ടത്തിൽ ഒരു ഡോട്ട്, രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു ചിഹ്നം എവിടെ ഉണ്ടോ നോക്കുക. കണ്ടതേ ഇതിന്റെ അടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഭാഗത്ത് അടിച്ചിരിക്കുന്ന ആയതിനാൽ, ഇങ്ങനെ വായിച്ചു നോക്കുക. എന്താണ് ആയതിനാൽ ഷാജിലാലിന്റെ അവധി നീട്ടി നൽകുന്നതിനുള്ള അപേക്ഷ നിരസിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പ്രസ്തുതാണ് ഇങ്ങോട്ട് വരുന്ന വിവരം, പ്രസ്തുത വിവരം. അപ്പൊ കറക്റ്റ് ആയി അല്ലേ. വിവരം ടിയാനെ എന്താണ് രേഖാമൂലം അറിയിക്കേണ്ടതാണ്, ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് എന്താണ്? 15 ദിവസത്തിനകം ടിയാൻ ജോലിക്ക് എന്താണ് എന്ന് പറഞ്ഞ് വെട്ടിയിട്ടുണ്ട്, അത് വേണ്ട. ഹാജരാകാത്ത പക്ഷം ഡബിൾ കൈൻഡ്, അത് വെട്ടിക്കളയുക, കറക്റ്റ് ആയിട്ട് എഴുതുക. പിന്നെ അച്ചടക്ക നടപടി എന്ന് പറയുമ്പോൾ സ്വീകരിക്കാവുന്നതാണ്, അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വേർഡുകൾ ഇവിടെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നോക്കിയാൽ ഈ സായുടെ തൊട്ടടിയിൽ ഒരു 2 വര പോലെ അല്ലെ, ഇങ്ങനെ ഇതുപോലെ ഒരു ഈക്വൽ പോലെ ഇട്ടിട്ടുണ്ട്. അത് ഇവിടെ തെറ്റാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വീകരിക്കേണ്ടതാണ്, അതറിയാലോ. പിന്നെ ഇതിന്റെ തൊട്ടടിയിൽ കണ്ടോ, അത് ഇവിടെ നോക്കി, ഇതൊക്കെ രേഖാമൂലം. അതിന്റെ തൊട്ടടിയിൽ കണ്ടോ ഒരു ചിഹ്നം കൊടുത്തിരിക്കുന്നുണ്ടോ, അടിയിൽ ഇങ്ങനെ വര പോലെ. അത് രേഖാമൂലം ഇങ്ങനെയല്ല, നഖത്തിന്റെ ഗായാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല മാർക്ക് വീഴും. ഓക്കെ, സ്വീകരിക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് 20 തന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ,
സ്റ്റേറ്റ്മെന്റിന് 20, അതുപോലെ തന്നെ എന്താണ് ലെറ്ററിന് 20 കിട്ടിയാൽ തന്നെ 40 മാർക്കായി അല്ലെ, ജയിക്കാനുള്ള മാർക്കായി. പക്ഷെ എന്നാലും 4 പേപ്പറും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ റൈറ്റ് സൈഡിലായിട്ട് വിശ്വസ്തയോടെ ഒന്ന് എൻ്റർ ചെയ്യണം കേട്ടോ. കുറച്ചങ്ങോട്ട് എൻ്റർ ചെയ്തിട്ട് വിശ്വസ്തയോടെ, പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒപ്പ് ജില്ലാ കളക്ടർക്ക് വേണ്ടി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് ഇതിന് തൊട്ടടിയിൽ ഇങ്ങനെ നിരത്തി പിടിച്ച് എഴുതണ്ട കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഉത്തരവിൻ പ്രകാരം തൊട്ടടിയിൽ സൂപ്രണ്ട്, കുറച്ചൊന്ന് ഗ്യാപ്പ് വേണം കേട്ടോ. ജില്ലാ കളക്ടർക്ക് വേണ്ടി എൻ്റർ ചെയ്യുക, അതിനുശേഷം ഉത്തരവിൻ പ്രകാരം സൂപ്രണ്ട്. ക്ലിയർ ക്ലിയർ ഇത്രയും ചെയ്ത് വെച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടുന്നതാണ്. കുറച്ചുകൂടി ആക്യുറസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് പറഞ്ഞത്. ഓക്കെ, ഇതിനിപ്പോ ടൈപ്പ് റൈറ്റിങ്ങിന്റെ മെഷീനിലൊന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ല, എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന്റെ നല്ല മോഡൽ അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് പേപ്പറൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് അടിക്കാനായിട്ട് പറ്റുന്നതാണ്. കുറെ കുട്ടികൾക്ക് ഇത് വായിച്ചു നോക്കിയിട്ട് ഇത് എവിടേക്കാണ്, ഇത് എങ്ങനെയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പേപ്പർ കിട്ടിക്കാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും തിരുത്തണമെങ്കിൽ അവിടെ ആ പേപ്പറിൽ തന്നെ നിങ്ങൾ അത് അവിടെ എഴുതി വെക്കുക. പേപ്പറിൽ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് അടിക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് അടിക്കാനായിട്ട് പറ്റുന്നതാണ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് റെഫർ ചെയ്യണേ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ചോദ്യം 2 ആണ് കേട്ടോ, രണ്ടാമത്തെയാണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1ാമത്തെ പേപ്പറും ചോദ്യം ഈ ഒരു ലെറ്റർ 2ാമത്തെയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9633 655 795.